ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ, കർത്താവിൽ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഏവങ്കേലിയോൻ ഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. അതായത് ഹെരോദാവിൻ്റെ ഭരണകാലത്ത് യഹൂദ രാജാവായ ഹെരോദാവിൻ്റെ കാലത്തെ അബിയേക്കൂരിൽ സക്രിയാവ് എന്ന പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ അഹറോന്റെ പുത്രിമാരെ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിസബത്ത് എന്ന് പേർ. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കുറ്റമില്ലാത്തവരുമായിരുന്നു. സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാതെ നടക്കുന്നവരുമായിരുന്നു. എലിസബത്ത് മച്ചിയാകൊണ്ട് അവൾക്ക് മക്കളില്ലായിരുന്നു. എന്നാൽ തൻ്റെ നറുക്ക് വീണതനുസരിച്ച് സക്രിയ പുരോഹിതൻ ധൂപം കാട്ടുവാനായി യഹോവയുടെ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ധൂപപീഠത്തിങ്കൽ ഗബ്രിയേൽ ദൂതൻ കടന്നു വന്ന് പറയുകയാണ്, സക്രിയാവേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നിന്റെ ഭാര്യ ഒരു മകനെ പ്രസവിക്കും. അവൻ ഈ ലോകത്ത് വലിയവനാകും. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്റെ മോഹത്തിലേക്കും തിരിച്ചു കൊണ്ടുവരും. ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിലേക്ക് തിരിക്കും. അവൻ ഏലിയാവിന്റെ ശക്തിയോടെ നടക്കും. പ്രിയമുള്ളവരെ, സക്രിയ പുരോഹിതനും ഭാര്യ എലിശാബയും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കുറ്റമില്ലാത്തവരുമായിരുന്നു. കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നാം ഓരോരുത്തരും ജീവിക്കുമ്പോൾ നമ്മളെ അനുഗ്രഹിക്കുവാൻ കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. നമ്മൾ ഓരോ നടക്കുന്ന വഴിയിലും നമ്മളുടെ ഓരോ പ്രവൃത്തിയിലും ദൈവസന്നിധിയിൽ നിഷ്കളങ്കമായ ഹൃദയത്തോട് പെരുമാറുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കുവാൻ കാത്തിരിക്കുന്ന ഒരു ദൈവമാണ്. സങ്കീർത്തനക്കാരൻ സങ്കീർത്തന പുസ്തകം 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, യഹോവേ, നിന്റെ കൂടാരത്തിൽ, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആരാണ് നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവ് കൊണ്ട് തുള്ള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അവമാനം വരുത്താതെ ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. എത്ര കൊടുങ്കാറ്റടിച്ചാലും, ജീവിതത്തിൽ രോഗത്തിന്റെയും ദുഃഖത്തിന്റെയും പ്രയാസത്തിന്റെയും പ്രതിസന്ധിയുടെയും വേദനയുടെയും കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ചാലും നീ കുലുങ്ങിപ്പോകുവാൻ അവനിടയാകുകയില്ല. കാരണം നിന്റെ ഉള്ളങ്ങളെ തിരിച്ചറിയുന്ന ഒരു ദൈവമാണ് നിന്റെ അടുത്തുള്ളത്. നിഷ്കളങ്ക ഹൃദയത്തോട് ദൈവസന്നിധി കടന്നു വരുമ്പോൾ നിന്നെ അവൻ ചെത്തി വെടിപ്പാക്കും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിലെ 1-2 വാക്യങ്ങളിൽ കാണുന്നുണ്ട്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ ഫലം കായ്ക്കാത്തൊക്കെയും വെട്ടി തീരിട്ട് ചുട്ടു കളയുന്നു. ഫലം കായ്ക്കുന്നതോ അനേകം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. അങ്ങനെ ചെത്തി വെടിപ്പാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ വേദനകൾ വരും. അന്ത്യത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അന്ത്യത്തോളം സഹിച്ചു നിൽക്കണം. എത്ര പ്രതിസന്ധി വന്നാലും, എത്ര വേദന വന്നാലും, എത്ര പ്രയാസം വന്നാലും, ഞാൻ എൻ്റെ ദൈവത്തിനായി മാറ്റപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇനി ഞാൻ അന്ത്യത്തോളം എൻ്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കുമെന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം. ഇവിടെ അവസാന നിമിഷം വരെയും ദൈവത്തിന് വേണ്ടി കാത്തിരുന്ന ഒരു പുരോഹിതനാണ് സക്രിയ പുരോഹിതനും കുടുംബവും. ദൈവത്തിന് വേണ്ടി, ദൈവം എപ്പോഴാണ് എനിക്ക് ആശ്വാസം നൽകുന്നത്? ദൈവസന്നിധിയിൽ തന്റെ കണ്ണുനീരിനെ ഒഴുക്കിക്കൊണ്ട് അവിടെ പ്രാർത്ഥിക്കുകയാണ്. ധൂപപീഠത്തിൽ അവിടെ ധൂപം കാട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ ഗബ്രിയേൽ മാലാഖ് എന്ന് പറയുകയാണ്, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നിന്റെ ഭാര്യ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുന്നു. അവിടെ ദൈവത്തിന്റെ കൃപ ലഭിക്കുകയാണ്. അതായത് സങ്കീർത്തന പുസ്തകം 128-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളിൽ കാണുന്നുണ്ട്, യഹോവഭക്തനായ പുരുഷനാര്, അതായത് ദൈവസന്നിധിയിൽ നീതിയുള്ള സമർപ്പണത്തോടെ നടക്കുന്ന ഒരു വ്യക്തിയാണ് യഹോവഭക്തനായ മനുഷ്യൻ. യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവയെ ഭയപ്പെടണം. അതായത് ഇവിടെ നാം വിശുദ്ധ കുർബാനയെ പറ്റി പറയാറുണ്ട്, ഭയത്തോടും വിറയലോടും കൂടെ നാം സൂക്ഷിക്കണമെന്ന്. അതായത് ഭയത്തോടും വിറയലോടും കൂടെ ആ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട്, ആ വിശുദ്ധ ക്രോണോസിനോട് നോക്കിക്കൊണ്ട് എൻ്റെ പാപങ്ങളെ കഴുകുവാൻ
കണ്ണുനീർ ഒഴുക്കുമ്പോൾ, എന്റെ ജീവിതം അനുതാപത്തിന്റെ ഒരു ജീവിതമായി മാറ്റപ്പെടുമ്പോൾ, ഞാൻ ദൈവസന്നിധിയിൽ കുറ്റമില്ലാത്തവരും നീതിയുള്ളവരുമായി മാറുകയാണ്. എന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയാണ്. അങ്ങനെ എന്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുകയാണ്. എന്റെ ഭാര്യ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ ഭാര്യ അവന്റെ വീട്ടിനകത്തെ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ആയിരിക്കും. മുന്തിരിവള്ളിയുടെ അനുഭവം എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്ന അനുഭവം. എപ്പോഴും ആ വീട്ടിൽ ഒന്നുമില്ല എങ്കിലും ആ ഭാര്യ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പ്രയാണം ചെയ്യുമ്പോൾ എല്ലാം കൺട്രോള് ചെയ്ത് ആ ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഭാര്യയാവുമ്പോൾ ആ ഭവനത്തിൽ സമാധാനം ഉണ്ടാകും. ആ മുന്തിരിവള്ളിയുടെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫലം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. അവന്റെ വഴിയെ ഇഷ്ടപ്പെടുന്ന ഒരു ഭാര്യയായിരിക്കും. ആ ഭർത്താവിനെ അനുസരിക്കുന്ന ഒരു ഭാര്യയായിരിക്കും. അങ്ങനെയുള്ള കുടുംബം അനുഗ്രഹിക്കപ്പെടും. അവന്റെ മക്കൾ അവന്റെ മേശയ്ക്കും ഒലിവ് തൈകൾ പോലെയായിരിക്കും. ഒലിവ് തൈകളുടെ അനുഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഒലിവ് ഓയിൽ, അതായത് ദാവീദ് രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ വേണ്ടി ഉപയോഗിച്ച ഒരു ഓയിലാണ് ഒലിവ് ഓയിൽ. അത് ഈ ഒലിവ് മരത്തിൽ നിന്നുമാണ് കിട്ടിയത്. നിങ്ങളുടെ മക്കൾ അഭിഷിക്തന്മാരായി മാറും. ജീവിതം അവിടെ അനുഗ്രഹിക്കപ്പെടുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുവാൻ സന്ധ്യയ്ക്ക് വീട്ടിൽ പായിട്ടില്ലെങ്കിലും കുഞ്ഞുങ്ങൾ വന്ന് പറയും, അമ്മേ 7 മണിയായി, നമുക്ക് പ്രാർത്ഥിക്കണ്ടായോ എന്ന്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ അഭിഷിക്തന്മാരായി മാറും. സമയമാകുന്നതിന് മുന്നേ നമ്മുടെ കുഞ്ഞുങ്ങൾ പള്ളിയിലേക്ക് പോകുവാൻ ഒരുങ്ങി നിൽക്കുന്നതായ അവസ്ഥ. നമ്മുടെ മനസ്സിൽ സന്തോഷമുണ്ടാകും. അതുപോലെ ഈ ലോകമോഹങ്ങളിലേക്ക് ചാഞ്ഞു പോകാതെ അവർ ദൈവവചനത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കും പ്രിയമുള്ളവർ. നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ ദൈവിക കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന ഓരോ വ്യക്തികളായി മാറണം. ഞാൻ ഭാഗ്യവാനാണെന്ന് പറയുമ്പോൾ, ഞാൻ മറ്റുള്ളവരെ തോൽപ്പിച്ച് എൻ്റെ ഓഫീസിൽ പ്രമോഷൻ വാങ്ങിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ ഭാഗ്യവാനാണെന്ന് ഞാൻ ചിന്തിക്കും. പക്ഷേ എനിക്ക് ബാങ്ക് ബാലൻസ് ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ ഞാൻ ഭാഗ്യവാനാണെന്ന് ചിന്തിക്കും. എനിക്ക് ഇഷ്ടം പോലെ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഞാൻ ഭാഗ്യവാനാണെന്ന് ചിന്തിക്കും. മറ്റുള്ളവരാൽ മാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ ഭാഗ്യവാനാണെന്ന് ചിന്തിക്കും. പക്ഷെ അത് തെറ്റാണ്. ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട് അവന്റെ വചനത്തെ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് ഭാഗ്യവാൻ. ആ വ്യക്തിയുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, വചനത്തെ ഭയപ്പെട്ട് ജീവിക്കുമ്പോൾ നിനക്ക് നന്മയുണ്ടാകും. നീ ദൈവഭക്തിയോട് ജീവിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ നന്മയുണ്ടാകും. ആ നന്മയുണ്ടാകണമെങ്കിൽ ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കുറ്റമില്ലാത്തവരുമായി മാറണം. രണ്ടാമതായി, തങ്ങളുടെ ദുഃഖം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു കുടുംബമായിരുന്നു സക്രിയ പുരോഹിതന്റെ കുടുംബം. മക്കൾ ജനിക്കുന്നതിന് മുന്നേ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം. ആ അങ്ങനെയുള്ള ദമ്പതികളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുമെന്നാണ് പറയുന്നത്. ദൈവസന്നിധിയിൽ, അതായത് ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ, ആ ഒരു കുഞ്ഞിനെ ജനിക്കുന്നതിനുള്ള ആലോചന നടത്തുന്നതിന് മുന്നേ ദൈവിക വാഗ്ദാന പ്രകാരം ചോദിച്ചു വാങ്ങിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെടുകയാണ്. അപ്രകാരം അതായത് സാറായും ദൈവസന്നിധി സമർപ്പിച്ചു. എല്ലാവർക്കും അറിയാം, തന്റെ കൂടാരത്തിന്റെ അടുക്കൽ ഇരിക്കുമ്പോൾ 3 പുരുഷന്മാർ കടന്നു പോകുന്നു. അവിടെ ചെന്ന് നിലത്തോളം താഴെ കുനിഞ്ഞ്, യജമാനന്മാരെ ഇവിടെ ഇരിപ്പീൻ, ഞാൻ കാലുകളെ കഴുകാൻ വെള്ളം കൊണ്ടുവരാം. വെള്ളം കൊണ്ടുവന്ന് കാലുകൾ കഴുകി തന്റെ ദാസനോട് ഇളയതും നല്ലതുമായ ഒരു കാളക്കുട്ടിയെ അറക്കാൻ പറഞ്ഞു. സാറയോട് 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച് ഇവർ വിശപ്പടക്കിയിട്ട് ഇവിടുന്ന് പോകട്ടെ എന്ന് പോയ സമയത്ത് ഒരു അനുഗ്രഹം കൊടുക്കുകയാണ്. അടുത്ത വർഷം ഞങ്ങൾ ഇതുവഴി വരുമ്പോൾ നിന്റെ വീട്ടിൽ ഒരു സന്തതി ഉണ്ടാകും. ഈ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കിട്ടണമെങ്കിൽ ദൈവികമായ പുറപ്പാടിലൂടെ നാം ജീവിക്കണം. ഹന്ന 1 ശമൂവേൽ 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. ഹന്ന ദൈവാലയത്തിൽ വന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചത് കൊണ്ട് അവളുടെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. അവളുടെ ചുണ്ടുകൾ അനങ്ങുന്നതാണ് കാണുന്നത്. അവൾ തന്റെ വേദനകളെ ദൈവസന്നിധിയിൽ പകരുകയാണ്. ആ ദൈവസന്നിധിയിൽ പകർന്ന ഹന്നയുടെ മകൻ ഒരു പ്രവാചകനായി മാറി. നാം പ്രാർത്ഥനയും ആരാധനയും നമ്മുടെ ജീവിത ശൈലിയിൽ മാറ്റുമ്പോൾ നമ്മുടെ മനസ്സിന് ഉന്മേഷവും ഉത്സാഹവും ഉണ്ടാകും. നല്ല ഭക്ഷണം ശരീരത്തിന് ബലം നൽകുന്നത് പോലെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മളുടെ ജീവിതത്തിൽ ഉന്മേഷവും സന്തോഷവും ഉണ്ടാകും.
അതായത് ഇന്നലെ വരെ കിട്ടാത്ത സന്തോഷം ഇന്ന് കിട്ടുന്നത് ദൈവസന്നിധിയിലാണ്. കൂടുതൽ അടുത്തു വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബത്തിലെയും കുഞ്ഞുങ്ങൾ തെറ്റിപ്പോകുവാനിടയാകുകയില്ല. എത്ര കൂട്ടുകെട്ടുണ്ടായാലും നിന്റെ മക്കളെ കൺട്രോൾ ചെയ്യുന്ന ഒരു ദൈവം നിന്റെ സന്നിധിയിലുണ്ട്, നിന്റെ അടുത്തുണ്ട്. ആ ദൈവസന്നിധിയിൽ അടുത്ത് വന്ന് താഴ്മയോടുകൂടെ ആ സമർപ്പണ പ്രാർത്ഥനയോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്, നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. വീണ്ടും മൂന്നാമതായി, ദൈവ വാഗ്ദാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കണം. ദൈവ വാഗ്ദാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ കാണുന്നുണ്ട്. ഇവിടെ സക്രിയാവ് ദൈവ വാഗ്ദാനങ്ങളിൽ സംശയിച്ചു. ദൈവത്തിൽ നിന്ന് തരുന്ന അനുഗ്രഹങ്ങളെ സംശയിക്കാതെ പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യുന്ന ഓരോ വ്യക്തികളായി നാം മാറുകയാണ്. ആ സംശയത്തിന് ആധാരമായി അവിടെ സംസാരശേഷി നഷ്ടപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ എല്ലായ്പ്പോഴും നാം ഓരോരുത്തരും കുറ്റമില്ലാത്തവരും നീതിയുള്ളവരുമായിരിക്കണം. നമ്മുടെ ദുഃഖം പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഓരോ വ്യക്തികളായിരിക്കണം. ദൈവിക വാഗ്ദാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഓരോ വ്യക്തികളായി നാം മാറണം. അതിന് ദൈവമായ കർത്താവ് നമ്മളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ